ചിന്നു എങ്ങനെയുണ്ട്? കനാലൊക്കെ അടിപൊളിയല്ലേ? കുളിയൊക്കെ എന്തെങ്കിലും നല്ലത് എന്താ നീ കനാലിക്ക് കൊണ്ടുവരാണ്ട് വല്ല വാട്ടപ്പയും പാട്ടിക്ക് കൊണ്ടക്കൂടെ? എന്തൊരു നോക്കണ കേട്ടില്ലേ? കൊണ്ടുപോവാൻ എല്ലാവരെയും. ഞങ്ങളെത്തി ഗൈസ്. ഇനി അടിച്ചുപൊളിയോട് അടിച്ചുപൊളി. അപ്പൊ നമുക്ക് ട്രെയിനിൽ കയറാട്ടാ. ഇനി ട്രെയിനിൽ കയറിയിട്ടുള്ള പെട്ടോട് പെട്ടൻ എന്നെ പിടിച്ചിരിക്കുന്ന ചിന്നമ്പിന്റെ കാലിൽ പെടുന്നത്. കൂട്ടിരിക്കുന്ന ആൾക്കാർക്കും ചെറിയ പേടിയൊക്കെ ഉണ്ട്. ഞാൻ താറ്റയ്ക്ക് കൊടുത്തിങ്ങനെ ഇരിക്കുന്നത്. അപ്പോഴാണ് ചിന്നമ്മയുടെ ഭാവന ശ്രദ്ധിച്ചത്. അപ്പൊ എല്ലാ കൂട്ടർക്കും ഉമ്മ ഉമ്മ ഉമ്മ. അപ്പൊ ഈ കഥയിലെ കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തുമോ? ഞാനും ചിന്നും, അച്ഛൻ, അച്ചു, ലച്ചു, നമ്മുടെ അന്നമ്മ. പിന്നെ ഞങ്ങൾ ഇവിടെ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറേ റൈഡുകളിലേക്കൊക്കെ പോയിട്ടാ. എല്ലാത്തിനും എനിക്ക് കയറാൻ പറ്റില്ല. പക്ഷെ അവര് കുറച്ച് റൈഡുകളിലൊക്കെ പോയി, 3D ഒക്കെ കാണാനൊക്കെ പോയി. അതിനുശേഷം ഞങ്ങൾ കുട്ടികളുടെ പാർക്കിലേക്കാണ് പോയി. മക്കളെ, ഇതാണ് നമ്മുടെ പാർക്ക്. അടിപൊളിയാണ് ഈ പാർക്ക്. കാണിച്ചു തരാം. ഇതാണ് എൻ്റെ മെയിൻ സ്ഥലം, കിഡ്സ് പാർക്ക്. അടിപൊളിയാണ്. ഒരു രക്ഷിതെങ്കിലും പാടെ ക്യാമറ കൊണ്ട് വേഗം ഇന്തൊട്ട് ക്യാമറ പാനാവേ നടക്കും. ഇങ്ങനെ എന്താ പറയുക? പോലെ പിന്നെ ഞാൻ എവിടെ പോയില്ലോ എന്നെ രക്ഷിക്കാൻ എൻ്റെ ചേച്ചി ഒരു തപ്പ് വന്നാൽ എടുക്കും. അത് എന്നെ കളിപ്പിക്കാനൊക്കെ അത് കണ്ട ഫുൾ ടൈം എൻ്റെ കൂടെ ഉണ്ടാവും. അത് കാരണം എനിക്ക് നല്ല രസമായിരുന്നു. ഇതേ മടിയിലേക്ക് താടി. അത് കഴിഞ്ഞിട്ട് ചേച്ചിയും അച്ഛൻ്റെ അമ്മയും അച്ചൂസൊക്കെ കൂടെ ഒരു സാധനത്തിൽ കയറിട്ട എന്തായിരുന്നു തരുന്നത്. അതേ പോയി ചിന്നമ്മ. അത് കഴിഞ്ഞ് അച്ചൂസിന്റെ കിളി അതേ കിടക്കും. അത് കഴിഞ്ഞ് ചേച്ചിയുടെയും കിളി പോയി. എന്നൊക്കെ കിളി പോയി കഴിഞ്ഞിട്ട് സൂപ്പറാകാൻ പറഞ്ഞ അച്ഛനെ കയറ്റി വിട്ടു. അച്ഛൻ്റെ കിളി പോയി ഗൈസ്. സമാധാനമായി എല്ലാവരും. പിന്നെ ഇവിടെ ഇഷ്ടം പോലെ കുട്ടികളുടെ ആദ്യം ട്രെയിനിലൊക്കെ പോയി. അൽട്രാസൗണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അടുത്ത റൈഡിലേക്ക് പോയിട്ട് അത് ഇങ്ങനെ കിടന്ന് കറങ്ങണത്. അത് കഴിഞ്ഞപ്പോ ആ ചേച്ചിക്ക് കൂടി വീണ്ടും ട്രെയിനിൽ പോയി. അപ്പൊ ഞാൻ അങ്ങനെ നോക്കി നിൽക്കായിരുന്നു വെള്ളാർക്കി. അത് കഴിഞ്ഞപ്പോൾ ചേച്ചി കുതിര പുറത്ത് ദേവോണ് താഴെക്കോളെ അച്ഛനും അന്നമ്മയും കൂടി. അടിപൊളി മക്കളെ, ഒരു രക്ഷയില്ല. കണ്ടിട്ട് കുതിരയിട്ട് വേണ്ടായില്ല. പിന്നെ അവർക്ക് ടാറ്റൊക്കെ കൊടുത്തു. ഇവളെ കഴിഞ്ഞപ്പോ ഞങ്ങൾ ചിരിച്ചിരിച്ചു ചത്തു. വസ്തുമറിവിലെ അഭിപ്രായം പറഞ്ഞാൽ തുമ്പി അകത്ത് കയറിയതാ. ഷാജ്മോൻ നല്ല പെടേറ്റ് ഓടിയിട്ടാ. ഓട്ട മത്സരം തോർന്ന പോലെ ഗില്ലില് വിജയ് ഇടുന്ന പോലെ ഓടി ഇതേ കിടക്കണം. പിന്നെ സിനിമറായ്മനെ പറയണ്ടല്ലോ. പിന്നെ ദേരിശ്ശേരി അന്നമ്മയും കയറി ചാരി പുറത്തേക്ക് ഇറങ്ങിയിട്ടാ. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കിഡ്സ് സോണിലൊക്കെ പോയി കുറച്ച് നേരം കളിച്ചിട്ട് നേരെ വെള്ളത്തിലേക്ക് പോയി. അവിടെ ഇപ്പൊ അടിച്ച് പൊളിക്കുക. പിന്നെ ലേഡീസ് കിഡ്സ് പൂളിലേക്ക് അങ്ങനെ പോയി. അവിടെ ചെന്ന പിന്നെ പറയണ്ടല്ലോ. എന്തിനേന്റെ അടി പോയെന്ന് ചിന്നമ്മയ്ക്ക് ഒരു ഐഡിയ ഇല്ല. 2 കവർ വെള്ളം കുടിച്ചെന്തായാലും. അപ്പൊ ബാക്കി അടുത്ത വഴിയല്ലേ. ടാറ്റാ.